എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ നല്ല മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയ സമയമാണ്. അപ്പോൾ മഴക്കാലത്തൊക്കെ തുണികളൊക്കെ ഉണക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ തുണികളൊക്കെ ഒത്തിരി ഉണ്ടാവും. അതൊക്കെ ഉണക്കി കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ട് കൂടുതലാണ്. അപ്പോൾ നമുക്കിന്ന് എളുപ്പത്തിൽ തുണികൾ എങ്ങനെ ഉണക്കാനായിട്ട് പറ്റുമെന്ന് നോക്കാം. അപ്പോൾ മഴക്കാലത്ത് തുണികൾ ഉണക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗനൈസറാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ 5 ലിറ്ററിൻ്റെ വാട്ടർ ക്യാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വാട്ടർ ക്യാൻ ഉണ്ടെങ്കിൽ അതെടുക്കുക. അതില്ലെങ്കിൽ വലിയ ജഗ്ഗുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ജഗ്ഗുകൾ എടുത്താലും മതി. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ 2 പാർട്ടായിട്ട് വേർതിരിച്ചെടുക്കണം. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാനിതുപോലത്തെ ഒരു കട്ടർ വെച്ചിട്ട് ഒന്ന് മുറിച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ കട്ടറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ വാട്ടർ ക്യാൻ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ജഗ്ഗും കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒഴിഞ്ഞ ജഗ്ഗുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 2 പാർട്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് മുകളിലത്തെ പാർട്ടാണ് നമുക്കിപ്പോൾ ആവശ്യമായിട്ടുള്ളത്. താഴത്തെ പാർട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വല്ല ചെടി നടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഗനൈസറാക്കി മാറ്റാനോ ഒക്കെ നമുക്ക് താഴെയുള്ള ഭാഗം ഉപയോഗിക്കാനായിട്ട് പറ്റും. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനും ഇത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിനി മുകളിലത്തെ ഭാഗം വെച്ചിട്ട് എങ്ങനെ തുണികൾ ഇടാനുള്ള ഹാങ്ങർ തയ്യാറാക്കാം നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പഞ്ചിങ് മെഷീൻ വെച്ചിട്ടാണ് ഞാൻ ഈ ഹോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ ഹോൾ കിട്ടുമല്ലോ. അപ്പോൾ പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഹോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ വാട്ടർ ക്യാൻ്റെ 4 സൈഡിലുമാണ് ഹോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 4 വലിയ തുണികൾ നമുക്ക് ഉണക്കാനിടാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ 4 ഹോളുകൾ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതൽ തുണികൾ ഹാങ് ചെയ്തിടണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഹോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്താൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അടുപ്പിച്ച് മുട്ടി കിടക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒത്തിരി വലിയ തുണികൾ അതിലിടാൻ പറ്റില്ല. അപ്പോൾ ഇത്തിരി അകത്തിയൊക്കെ നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചധികം വലുപ്പത്തിലുള്ള തുണികൾ ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ എല്ലാത്തിനും ഹോളുകൾ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 സൈഡിൽ നമ്മളിപ്പോൾ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ക്ലോത്ത് ക്ലിപ്പുകളാണ്. അപ്പോൾ ഇങ്ങനത്തെ ക്ലോത്ത് ക്ലിപ്പുകളൊക്കെ എല്ലാ വീട്ടിലും തന്നെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ക്ലോത്ത് ക്ലിപ്പ് എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ നൂലുണ്ടെങ്കിൽ ആ നൂല് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഹോൾ ഉണ്ടാവുമല്ലോ, ആ ഹോളും നമ്മൾ നേരത്തെ ആ ബോട്ടിലിട്ട ഹോളും കൂടി കൂട്ടി കെട്ടി കൊടുക്കുക. അപ്പോൾ ഇതാ ഇങ്ങനെ കെട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് മോഡലിൽ ഒരു ഓർഗനൈസർ ആക്കി ഇടാൻ പറ്റും. അതുപോലെ തന്നെ ക്ലിപ്പുകൾ നല്ല ടൈറ്റായിട്ട് നിൽക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ നൂലില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു മാർഗ്ഗം ചെയ്യാം. അല്ലെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് എപ്പോഴും ഊരിയെടുക്കാനായിട്ട് എളുപ്പവും ഈ മാർഗ്ഗമാണ്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ എസ് ഹുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ അങ്ങനത്തെ എസ് ഹുക്ക് എടുക്കുക. എന്നിട്ട് അത് നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ വാട്ടർ ക്യാനിൽ ഒന്ന് കൊളത്തിയിടുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ക്ലിപ്പ് ഹോൾഡ് ചെയ്തിടുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ ഇത് ഊരിയെടുക്കാം, മറ്റു ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം. എപ്പോഴും നമുക്ക് ഇങ്ങനെ ആവശ്യം വരില്ലല്ലോ. മഴയില്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഈ ക്ലിപ്പ് വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ എസ് ഹുക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്, നൂലല്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനൊക്കെ പകരമായിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഈ ക്ലിപ്പ് ഒട്ടിച്ചു കൊടുക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് മുകളിൽ ഒരു ക്ലിപ്പ് വെച്ചിട്ട് കൊളത്തിയിടാനുള്ള എളുപ്പത്തിന് ചെയ്തെടുക്കാം. അതും അല്ലെങ്കിൽ നമുക്കിത് എവിടെയെങ്കിലും തൂക്കിയിടാൻ പറ്റുമെങ്കിൽ അങ്ങനെ തൂക്കിയിടാം. പക്ഷേ അഴയിലൊക്കെ നമ്മൾ ഇടുമ്പോൾ ഇങ്ങനത്തെ ഒരു ക്ലിപ്പ് വെച്ചിട്ട് ബന്ധിപ്പിച്ചിടുകയാണെങ്കിൽ താഴേക്കൊന്നും വീഴില്ല. അപ്പോൾ ഞാൻ എന്താ ഈ മോഡലിലാണ് തുണികളൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മഴയുള്ള സമയത്ത് അകത്ത് തന്നെ രാത്രികളിലൊക്കെ അകത്തൊക്കെ ഇട്ട് ഉണക്കുമ്പോൾ ചെയ്യാനായിട്ട് എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു ഓർഗനൈസർ തയ്യാറാക്കാം. അപ്പോൾ എല്ലാ വീട്ടിലും മറ്റേ വാട്ടർ ക്യാനൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന് പകരമായിട്ട് ഇതുപോലുള്ള ഹാങ്ങർ യൂസ് ചെയ്യാം. പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റലിലോ ഏത് ടൈപ്പ് ഹാങ്ങർ വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് ആ ഹാങ്ങറിലേക്ക് ഇതുപോലെ കുറച്ച് ക്ലോത്ത് ക്ലിപ്പുകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുക. ആവശ്യമുള്ള സമയത്ത് മാത്രം ചെയ്തെടുത്താൽ മതി. അല്ലാത്ത സമയത്ത് ഇത് നമുക്ക് മറ്റുള്ള ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഹാങ്ങറിൽ കുറച്ച് ക്ലോത്ത് ക്ലിപ്പുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രസ്സുകൾ കൊളത്തിയിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് ഇടാം. അപ്പോൾ വളരെ സിമ്പിളാണ്, ഏറ്റവും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാ വീട്ടിലും വാട്ടർ ക്യാൻ ഉണ്ടാവില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഈ ഹാങ്ങറിൽ തുണികൾ ഉണക്കുന്ന മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോന് താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.